അങ്ങനെ ഇതേ ഗൈസ് ഡോറ ദ എക്സ്പ്ലോറർ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തൊന്ന് ചാടി ചാടി നടക്കുന്നു. ബ്രഹ്മന്റെ ഒരു ഹിഡൻ ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ ഇന്നുള്ളത്. മെറ്റൽ ഹെഞ്ച്. ശരിക്കും ഇത് ഒരു അടിപൊളി സ്ഥലമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളിങ്ങനെ കേറിക്കൊണ്ടേയിരിക്കുകയാണ്. ഫുൾ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഉണ്ടാക്കിയ സ്പെഷ്യൽ ഡ്രീം കേക്ക് മെൽറ്റ്സ് ഇൻ ദ മൗത്ത്. ഓ മൈ ഗോഡ്. പൊളി, വെറും പൊളി. അല്ല ദേവാ, വേറെ ലെവൽ. ഇതിരിട്ടി പറഞ്ഞോണ്ട് പറയണതല്ല. അതെ, വിശപ്പ് വേണ്ടെന്ന് തോന്നുന്നു. ആരും പറയിപ്പിച്ച് പറയുന്നതല്ലേ ഞങ്ങളെ കൊണ്ട്. ഗൈസ് ഫൈനലി നമ്മൾ മെറ്റൽ ഹെഞ്ചിൽ എത്തിയേക്കാണ്. കണ്ടില്ലേ, ഇവിടെ നമ്മുടെ ഗൈസ് ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടത്താണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ആൻഡ് ഇവിടെ സൺസെറ്റ് കാണാൻ ഭയങ്കര നൈസാണ്, തണുപ്പുമുണ്ട്. ഹലോ, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ബ്രഹ്മന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. സോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. മെറ്റൽ ഹെഞ്ച് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പൊ നമ്മൾ കാർ എടുത്തിട്ടാണ് വന്നത്. കാറിൽ ഒരു 7 minutes, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 hour ആണ്. അതായത് കുറച്ച് ദൂരം മാത്രം വന്നിട്ട് ബാക്കി നമ്മൾ നടന്നു കയറേണ്ടി വരും. കാറായിട്ട് ഞങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു വരാൻ വേണ്ടി. ആൻഡ് ഇവിടെ ഈവനിങ് സൺസെറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു വില്ലേജ് പോലെയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ ടോപ്പിൽ. ഇവിടെ നമുക്ക് ഇതാണ് മെറ്റൽ ഹെഞ്ച് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹെഞ്ച് പോലെ, സ്റ്റോൺ അല്ല, ഇതിന് പകരം ഇവിടെ മെറ്റലാണ്. അതുപോലെ ഒരു സർക്കിൾ രൂപത്തിലാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോഡേൺ ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഈവനിങ്സ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര നൈസാണ്. വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് സൺസെറ്റൊക്കെ കണ്ട് അതുപോലെ നമ്മൾ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് വിൻമില്ല് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രഹ്മനിൽ അടുത്ത് ഉള്ള, എനിക്ക് തോന്നുന്നു അധികം ആരും വന്നിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ആൽഫ്രഡ് ആണ് ഈ സ്ഥലം ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. സോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏറ്റവും അടുത്ത ഇവിടെ വരണം, വിസിറ്റ് ചെയ്യണം. അടിപൊളി സ്ഥലമാണ് കേട്ടോ.